നമസ്കാരം സുധീഷ്. നമസ്കാരം. സുധീഷ്, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭ, തിരക്കഥാകൃത്ത്, സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പോലും ആകുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട അവിടെ വീട്ടിൽ ചടങ്ങിൽ പങ്കെടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അദ്ദേഹത്തെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത്, ഒരു അനുജൻ ഒക്കെയാണ് അല്ലേ? ഒരു സുഹൃത്ത് എന്ന് പറയാൻ മാത്രമല്ല, എങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഒരു അനുജനെ പോലെ തന്നെയാണ്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രതിഭയെ മാറി നിന്ന് കാണുന്ന സിനിമാ ലോകത്തിൽ ഉള്ള ഒരു നിങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന ഗുരുസാനിയനായിട്ട് കാണുന്ന ഒരു സംവിധായകനാണ്. സുധീഷ് ആരാണെന്ന് എനിക്കെല്ലാവരെയും പരിചയപ്പെടുത്തണമല്ലോ. സുധീഷ് എന്ന സംവിധായകൻ, എന്താണ് ശ്രീനിവാസൻ എന്ന മനുഷ്യനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്? ശ്രീനിവാസൻ എന്ന നടൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു എല്ലാത്തിലും ഉപരി ഒരു നടനോ അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സംവിധായകനൊക്കെ അറിയപ്പെടുമ്പോഴും ഏറ്റവും അതിൻ്റെ എല്ലാം പിന്നിൽ ഏറ്റവും ഉണ്ടായിരുന്നൊരു, ഞാൻ മനസ്സിലാക്കിയ ഒരു ഏറ്റവും നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിലുണ്ടായിരുന്നു. കാരണം ആ ഒരു മനുഷ്യന് മാത്രമാണ് ഇത്രയും വൈവിധ്യമായ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും എല്ലാ തരക്കാരുടെയും ജീവിതത്തിലെ പല തുറകളിൽ വർദ്ധിക്കുന്ന പലരുടെയും അത് കൃത്യമായി മനസ്സിലാക്കാൻ, അത് കൃത്യമായി പ്ലേസ് ചെയ്യാൻ, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളത്തിലെ ചാർലി ചാപ്ലിൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരം എല്ലാ നർമ്മത്തിൻ്റെ മേൻപൊടിയോടെ അവതരിപ്പിച്ച് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരു റിപ്പോർട്ട് ചെയ്യുന്ന, ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ, അത് വളരെ അസാധ്യമായി എത്തിക്കാനുള്ളൂ. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടൊക്കെ അത് ഇടപെടുമ്പോഴും, നേരിട്ട് ഇടപെടുമ്പോഴും, ഞാൻ അദ്ദേഹത്തെക്കാൾ എത്രയോ താഴെ അതെങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിലും എല്ലാവരുമായിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടുള്ള ഇടപെടലും ഒക്കെ ആ രീതിയിൽ ഒരു നല്ല മനുഷ്യനെ. ഏത് സിനിമ സെറ്റ് വെച്ചാണ് ഞാൻ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആകെ ഒരു സിനിമ, അയാൾ ശശി എന്ന് പറയുന്നൊരു സിനിമയാണ് സജൻ ബാബു ഡയറക്റ്റ് ചെയ്ത, ബിരിയാണിയുടെ ഡയറക്ടർ പുള്ളി ചെയ്ത. ആ പടത്തിലായിരുന്നു ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു, എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അവിടെ കുറേ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ അടുത്ത് ഇടപഴകാൻ പറ്റണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലപ്പോഴും ഞാൻ പോകുമായിരുന്നു. സത്യത്തിൽ എന്നെ പലപ്പോഴും കണ്ണൂർ വീട്ടിൽ പോയിട്ടുണ്ടോ? കണ്ണൂർ വീട്ടിൽ പോയി സത്യം പലതവണ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവായിട്ട് സൂരജ് കൊല്ലേരി എന്ന് പറഞ്ഞിട്ട്, അതായത് 98 അവിടെ കാസർഗോഡ് പൊയിനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണ് സൂരജിനെ അവിടെ വെച്ച് ഫെസ്റ്റിവലിൽ വെച്ച് പരിചയപ്പെടുന്നു. സൂരജിൻ്റെ അമ്മ അവിടെ പാട്യത്ത് അടുത്ത് പത്തായിക്കുന്നെന്ന് പറയും, അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അങ്ങനെ സൂരജുമായിട്ടുള്ളൊരു ബന്ധം അവിടെ പലപ്പോഴും ഞാൻ ചെല്ലുകയും ദിവസങ്ങളോളം അവൻ്റെ കൂടെ താമസിക്കുകയും ഞങ്ങൾ കഥകൾ ഡിസ്കസ് ചെയ്യുകയും ക്യാമറയുമായിട്ട് ഇങ്ങനെ അതിലേക്ക് ഇറങ്ങി നടന്ന് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്നെ ശ്രീനേട്ടൻ്റെ വീട്ടിൽ, എനിക്ക് ഭയങ്കര ആഗ്രഹം, അന്ന് പോലെ അവനോട് ഞാൻ പറയും ഒന്ന് പോകണം ഒരിക്കലും. അവൻ 1-2 തവണ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴൊക്കെ ശ്രീനേട്ടൻ ചെന്നൈയിലാണ്. ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. ടീച്ചർ പലപ്പോഴും വീട്ടിലുണ്ടാവുന്നില്ല. എപ്പോഴും എനിക്ക് അവിടെ ഉണ്ടാകുന്ന ലക്ഷ്മി ശ്രീനേട്ടൻ്റെ അമ്മ മാത്രമാണ്. ചെല്ലുമ്പോൾ ആ ശ്രീനേട്ടൻ്റെ അമ്മ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറേ സമയം സംസാരിച്ചിരിക്കും. അമ്മയ്ക്കും വലിയ കാര്യമാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കും അവിടെ സംസാരിക്കും. അവിടെ ഒരു തവണ ഞാൻ ശ്രീനേട്ടനെ അവിടെ വെച്ച് കണ്ടിട്ടുള്ളൂ, ഒരേ പ്രാവശ്യം. ഇടയ്ക്ക് അങ്ങനെ തന്നെയാണ് ഇടയ്ക്ക്. അങ്ങനെ ഈ അയാൾ ശശി എന്ന സിനിമയുടെ സെറ്റ് വെച്ചാണ് പരിചയപ്പെടുന്നതല്ല, ഒരു അടുത്തിടപഴകുന്നതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം എന്ന തിരക്കഥാകൃത്ത് അതിൻ്റെ രചനാവേള നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ എഴുത്തിൻ്റെ സമയം? എഴുത്തിൻ്റെ സമയം അങ്ങനെ കൂടുതൽ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു. അത് പക്ഷേ മുമ്പോട്ട് വേറെ ചില കാരണങ്ങൾ കൊണ്ട് സിനിമയല്ലേ, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് മുമ്പോട്ട് പോയില്ല. പിന്നെ ഞാൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. സ്ക്രിപ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. മീൻസ് ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവിട്ട് അത് ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ കൊടുത്താണ്. മണി ബാക്ക് പോളിസിയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അത് നമ്മുടെ ഇതിൻ്റെ നമ്പൂതിരി യുവാവ് at 43 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസർ അശോകേട്ടൻ, രാജു അഭിനയിച്ച പടം അല്ലേ? 43 നമ്പൂതിരി യുവാവ്, മണിയമ്പിള്ള രാജു, അതന്നെ രാജചേട്ടൻ ചെയ്തു. അപ്പോൾ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു എൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരുന്നത്. അത് സംസാരിച്ചു. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് നിവിൻ പോളിയുടെയും കൂടെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുമൊക്കെ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു. നിവിനായിട്ട് എനിക്ക് ഡയറക്റ്റ് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. ശ്രീനേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു. ശ്രീനേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു, നമുക്കത് ഇരിക്കാം എന്ന് പറഞ്ഞു.
അത് കുറച്ച് ഹാസ്യാത്മകമായതായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് നിർഭാഗ്യവശാൽ ആ സിനിമ അല്ലെങ്കിൽ ആ തിരക്കഥ മറ്റൊരാൾ മോഷ്ടിക്കുകയും അത് പിന്നെ കേസാവുകയും അയാൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി അവസാനം എനിക്ക് അനുകൂലമായി വിധി ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അത് ചരിത്രമാണ് 2012. ഈ മേജർ രവിയുടെ കഥ ഇപ്പൊ കൊണ്ടുപോയ പോലെ റെജി മാത്യു എന്ന് പറയുന്ന ഈ റെജി മാത്യു സിനിമയ്ക്ക് ലാൽ ജോസിന് തിരക്കഥ എഴുതിയിട്ടുള്ള ഒരാളല്ലേ? അതെ 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 അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പ്രോജക്റ്റ് ഏതായാലും അത് പോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ വേറെ ആളെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ. അതെ അതെ. അപ്പോൾ ഏതായാലും അതങ്ങ് പോയി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ ഇഷ്ടപ്പെടുന്ന ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ഏതാണ്? ഒന്നോ രണ്ടോ ചോദിച്ചാൽ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് എല്ലാവരെയും പോലെ തന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് തളത്തിൽ ദിനേശനും വിജയനും ഒക്കെയുള്ള പോലത്തെ കഥാപാത്രങ്ങളായിരിക്കും. പക്ഷെ പിന്നെയും വേറെ പലതുമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈവൻ ഏറ്റവും ആദ്യം വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെങ്കിലും അദ്ദേഹം ഫസ്റ്റ് അഭിനയിച്ച ബക്ക സാറിൻ്റെ മണിമുഴക്കത്തിൽ പോലും മുതൽ പല എന്നാൽ ചില കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്, ചില കഥാപാത്രങ്ങളൊക്കെ. പക്ഷേ എങ്കിലും ഈ പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു നടൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെയും സംവിധായകനെയൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിലെ എഴുത്തുകാരനെയും സംവിധായകനെയുമാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്? കൂടുതലായി ഞാൻ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇനിയും ഇപ്പോൾ 54 തിരക്കഥകൾ എഴുതി, എത്രയോ ഇനിയും എഴുതാമായിരുന്നു. അദ്ദേഹം സത്യനന്ദിക്കാടിനോടൊപ്പം ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? സത്യൻ സാറിൻ്റെ പടങ്ങളിലാണെങ്കിൽ സന്ദേശം തന്നെയായിരിക്കും ഏറ്റവും. കാരണം അത്രയും നല്ലൊരു പൊളിറ്റിക്കൽ സറ്റയർ അതിന് മുമ്പോ അതിന് ശേഷവും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കമലുമായിട്ടാണെങ്കിലോ? കമൽ സാറിൻ്റെ ആണെങ്കിൽ എനിക്ക് പലതും കൊള്ള ഓരോ ഇതിൽ ഇപ്പം മഴയത്ത് മുൻപേ ആയാലും അഴകിയ രാവണനായാലും ഒക്കെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. എല്ലാം നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ചമ്പക്കുളം തച്ചനായാലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചമ്പക്കുളം തച്ചൻ്റെ കഥ ശ്രീനിവാസനല്ലേ? അല്ലേ? അതൊരു കേസൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ ആരോ കഥയൊക്കെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞൊരു കേസൊക്കെ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിലയിലൊക്കെ അങ്ങനെ വന്നുണ്ട്. ഇപ്പോൾ കഥ പറയുമ്പോഴെതിരെയും ആരോപണം പറഞ്ഞിരുന്നു കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ കഥ പറയുമ്പോഴിനെ കുറിച്ച് ഞാൻ ആദ്യം പേടിച്ചു പോയിട്ടുണ്ട്. കാരണം ഞാൻ കമൽ സാറിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിരുന്നു, മമ്മൂക്കൻ ലാലേട്ടനും കൂടെ ഉള്ള സിനിമ. പക്ഷെ അതിനകത്ത് വേറൊന്നല്ല, അതിൻ്റെ പേര് EMS എ ഫാൻ ഓഫ് മോഹൻലാലിനായിരുന്നു. മോഹൻലാൽ ലാലേട്ടനായിട്ടും EMS ആയിട്ടും മമ്മൂട്ടിയും. അതായത് EMS മീൻസ് ഇടാട്ട് പറമ്പിൽ സദാശിവൻ നായർ പേര്, അങ്ങനെ ഒരു പേരാണ്. അപ്പോൾ അതാണ് EMS ആണ്. പക്ഷെ അതിൽ മമ്മൂക്ക ഒരു ബാർബറും ഇത് സൂപ്പർ സ്റ്റാർ. പക്ഷെ കഥയൊന്നുമില്ല കേട്ടോ, കഥ യാതൊരു ബന്ധവുമില്ല. ഈ കഥ അറിയാവുന്ന പലരും ഉണ്ട് സിനിമ. പക്ഷെ ഈ ഒരു ഞാൻ വിചാരിക്കാൻ കാരണമല്ല, മമ്മൂക്ക ഒരിക്കലും ചെയ്യാത്തൊരു ക്യാരക്ടർ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ബാർബർ ക്യാരക്ടർ ലാലേട്ടൻ ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു, എന്നും വന്നു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തുന്നത് ലാലേട്ടൻ്റെ ഫോട്ടോയുടെ മുമ്പിലാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ. അച്ഛനാണ് ഇയാളുടെ ഭാര്യയും മക്കളെ നോക്കുന്നത്. ഇയാൾ എപ്പോഴും ഇങ്ങനെ സിനിമയുടെ ഇങ്ങനെ ലാലേട്ടനെ കാണാൻ ഓടി നടക്കും, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടർ. പക്ഷെ അത് പിന്നീട് ഈ ഒരു റിസംബ്ലൻസ് തോന്നും. അതിപ്പോൾ ഞാൻ ആ ജയസൂര്യയായിട്ട് സംസാരിക്കുമ്പോഴും പിന്നെ അത് ക്യാരക്ടർ കുറച്ച് മാറ്റി, പിന്നെ ഡ്രൈ ക്ലീൻ സെൻ്ററുകാരനാക്കി, അങ്ങനെയൊക്കെ ഒരു കാലത്ത് മാറ്റി. പക്ഷെ ആ ഒരു ഇത് വന്നപ്പോഴും എനിക്കിതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് കമൽ സാർ പറഞ്ഞു, ലാലേട്ടൻ്റെ ഫാനായിട്ടൊക്കെ അഭിനയിക്കാൻ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത് പിന്നെ മുമ്പോട്ട് പോയില്ല. മലയാളത്തിൽ വേറെ ഏതൊക്കെ സംവിധായകരുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ VM വിനു മരിച്ചുപോയി, വേണുഗോപൻ, വിശ്വംഭർ സാർ മരിച്ചുപോയി, നിസാറിക്ക ഒക്കെ മരിച്ചു. പിന്നെ സഞ്ജീവ് രാജ് എന്ന് പറഞ്ഞിട്ട്, കെ മുരളി, പിന്നെ ഇപ്പോൾ നമ്മുടെ ACP സിദ്ദിഖ്, AM സിദ്ദിഖ്, കോഴിക്കോട് SCP, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത LLB നരസിംഹനാഥ് ബാസിയൊക്കെ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ ലാസ്റ്റ് ചെയ്ത് ബസൂക്ക, ഡെന്നിസ് സാറിൻ്റെ മോൻ ഡീൻ ചെയ്ത പടം. അപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ബസൂക്ക കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ഒരു പ്രോജക്റ്റിന് സ്ക്രിപ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിർമ്മാണമൊക്കെ ആയോ? നിർമ്മാതാവെല്ലാമായി, ബാക്കി ആർട്ടിസ്റ്റ് ഡേറ്റ് ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. കൺഫേം ആയിട്ടില്ല. മമ്മൂട്ടിയോട് കഥ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മമ്മൂക്കയുടെ ഒരിക്കൽ നേരത്തെ കഥ പറഞ്ഞിരുന്നു. സംവിധായകരെ വളരെയധികം. അതെ അതെ, മമ്മൂക്കയുടെ ഒരു കഥ ശരിക്കും പറഞ്ഞാൽ 2014 ഞാൻ പറഞ്ഞു, സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആകെ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ സീൻ മാത്രം ഒന്ന് മാറ്റി ചെയ്യണം എന്ന് പറഞ്ഞു. അത് അന്ന് പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷമായിരുന്നു. അതിനു മുമ്പ് 3 വർഷത്തേക്ക് അദ്ദേഹം പോലീസ് വേഷം ചെയ്തിരുന്നില്ല ആ സമയത്ത്.
ഞാൻ ഫയർമാൻ്റെ ലൊക്കേഷൻ വെച്ചാണ് തുടങ്ങുന്നത്. ആ വർഷം 2 വർഷത്തോളം ആ ജേണി ഓരോ സിനിമകളിലും സെറ്റിൽ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അച്ചുവിൻ്റെ പടം, രഞ്ജിയേട്ടൻ്റെ മോഹൻ്റെ പടം വന്നു, കസബ. അതിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെ പറഞ്ഞത് ഇനി ഉടനെ പോലീസ് സ്റ്റേഷൻ വേണം, നമുക്കൊരു കുറച്ച് ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടു. പിന്നെ അത് നടക്കാം. മമ്മൂട്ടിയായിട്ട് ലോഹിയൊക്കെ ആണല്ലേ? എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, നമുക്കറിയാം. ജസ്റ്റ് അദ്ദേഹം വർക്ക് ചെയ്ത് പരിചയമുണ്ട്. അദ്ദേഹത്തിനോട് നേരത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. എഴുപത്തിനത്തറിയാൻ. മോഹൻലാലിനോട് വല്ല കഥ പറയാനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഡേറ്റ് ഒരിക്കൽ കിട്ടിയതാണ് സബ്ജക്റ്റ് പറഞ്ഞിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് EMS ഫാൻ ഓഫ് മോഹൻലാൽ, ജയസൂര്യം ലാൽ സാറിനെ കൂടെ അങ്ങനെ വെച്ചിട്ട് പറഞ്ഞു. ആന്റണി ചേട്ടന് സബ്ജക്റ്റ് ഇഷ്ടമായി, അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അത് പക്ഷേ അതും നടന്നില്ല. നമ്മൾ ശ്രീനിവാസനിൽ തുടങ്ങി ഇതുവരെ സംഭാഷണം നീണ്ടുപോയി. അപ്പോൾ ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിനെയും സംവിധായകനുമാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്. മലയാള സിനിമയിലെ പ്രേക്ഷകരും ഒരു പരിധിവരെ സിനിമയെ വളരെ ഗൗരവത്തിൽ കാണുന്നവരും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ശ്രീനിവാസന് ശേഷം ഇനി ഇത്തരത്തിലുള്ള കഥകളൊക്കെ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നിനും എനിക്ക് തോന്നുന്നില്ല. ഒന്നും ഒരു അവസാന വാക്കല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോരുത്തരും പോകുമ്പോൾ എത്രയോ ഇപ്പം സച്ചി ഏട്ടനായാലും അതിനു മുമ്പ് ലോഹി സാറായാലും ഇതൊക്കെ പോകുമ്പോൾ അതോടെ പക്ഷെ മലയാള സിനിമയിൽ കാലാവധി പൂർത്തിയായിട്ട് പലരും വരും. പക്ഷെ വേറെ ഉണ്ട്, സീനിയേട്ടൻ്റെ സ്പേസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അതിന് മറ്റ് സിനിമ അല്ലെങ്കിൽ മനോരമയിൽ ഒരു ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. ആകാശത്തിലേക്ക് നമ്മളെ മരണപ്പെട്ടു പോയ പ്രമുഖ കലാകാരന്മാരുടെ അടുത്തേക്ക് ശ്രീനിവാസൻ പോകുന്നതായിട്ട് മനോരമയിലെ ഒരു ചിത്രമുണ്ട്. വളരെ ക്ലാസിക്കായ ഒരു ചിത്രമാണ്. ആ ചിത്രം കണ്ടോ? ആരൊക്കെയാണ് മരണപ്പെട്ടത്, അവരുടെ അടുത്തേക്ക് ശ്രീനിവാസൻ പോകുന്നതായിട്ടൊരു ചിത്രമുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മക്കൾ രണ്ടുപേരെ കുറിച്ചാണ്. ധ്യാനും ഈ പറയുന്ന നമ്മുടെ വിനീതും. ഇവരിൽ രണ്ടുപേരുടെയും കഴിവിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. എന്നാലും അവരെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഞാൻ വിനീതിനെ പരിചയപ്പെട്ടിട്ടുണ്ടെന്നുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ ഹമ്പിളായിട്ടുള്ള, വളരെ എന്താ പറയുക, സൈലന്റ് മീൻസ് വളരെ ഹൃദ്യമായി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന. ഞാനതാണ് വളരെ ഹമ്പിളാണ് എല്ലാവരുടെ അടുത്തും. അങ്ങനെ വളരെ ഇടപെടുന്ന ഒരു ധ്യാൻ. പക്ഷെ കുറച്ചും കൂടി ഒരു ഇത് അടുപ്പമുള്ളവരോട് ഭയങ്കര അടുപ്പമുണ്ട്. പക്ഷെ അല്ലാതെ ഉള്ള കുറച്ചൊരു എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കുകയല്ല. അങ്ങനെ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ധ്യാന്. പക്ഷെ ഞാൻ ഓഫ് കോഴ്സ് ഇപ്പം ധ്യാനെ ഇങ്ങനെ നിർത്താതെ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ തന്നെ പടങ്ങളൊക്കെ ഹിറ്റാണ്. ഏതായാലും ശ്രീനിവാസൻ എന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ വലിയ ലോകവും ചെറിയ ശ്രീനിയും എന്ന് പറഞ്ഞ് ഒരു കൈരളി ചാനൽ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് പറഞ്ഞാലും തീരാത്ത അത്രയും കഥകൾ ബഹുമാനപ്പെട്ട ശ്രീനിവാസനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അദ്ദേഹവുമായി ഒരു നീണ്ട നാളത്തെ പരിചയമുള്ള താങ്കളെപ്പോലെ ഒരു വ്യക്തിയെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോദിച്ചു തീർക്കാൻ എനിക്ക് പെട്ടെന്ന് കഴിയില്ല. എനിക്ക് നിരവധി കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ സമയം നമുക്ക് അതെ പറഞ്ഞു തരുന്നാൽ എന്നെക്കാളും താങ്കൾക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ താങ്കളുടെ സിനിമ പ്രോജക്റ്റ് ഭംഗിയായി നടക്കട്ടെ. അതിൻ്റെ ആരംഭകാലത്തൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഏതായാലും ശ്രീനിവാസൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് നമ്മുടെ ദുഃഖം ഒക്കെ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഏതായാലും അദ്ദേഹത്തെ പോലൊരു മഹത് വ്യക്തിയെ പരിചയപ്പെടാൻ താങ്കൾക്ക് കഴിഞ്ഞല്ലോ. താങ്കളെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയതിൽ വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. നന്ദി.